மோகன்லால். அவர் அங்கங்கே பார்த்துருக்கேன், வெயிட் இருக்கு. அவர் மீட் பண்ண பிறகு பழகின பிறகு தான் தெரிஞ்சது வாட் எ வெர்சடைல் பர்சன். He is a my God, what a gentleman. என்ன பாடுறாங்க, என்ன மேஜிக் பண்றாங்க, என்ன பிசினஸ் பண்றாங்க. With him? Yeah, we shot for about 2 weeks. Was that all? Yeah, I love Mohanlal as an actor. But you know what? I learned a very important lesson from Mohanlal on set was that he would not read a book or anything in between, even if we had to spend a lot of time waiting. I don't want to be reading the script either, but I just want to be present for this. The director calls for action. I want to allow for that magic to happen. Lalaten ender, I mean, I'm a huge fan of his, but ender Bharya ender ഏറ്റവും വലിയ ഫാൻ. എപ്പോഴും എന്നെ അടുത്ത് പറയും, നീ നടിக்கிறதுலாம் ഒന്നുമേ ഇല്ല, ലാൽ മോഹൻലാൽ സാറെ பார்க்கணும், അവർ என்ன ആക്ടർ. ഇപ്പോഴും സോ ഓരോ പടം പണിഞ്ഞിട്ട് ഞാൻ ഐ ചെയ്ത ശേഷം, അന്യൻ ശേഷം ഐ ഇപ്പൊ ഞാൻ നല്ല പണ്ണനാ കൊള്ളാം, പക്ഷേ ലാലേട്ടൻ അങ്ങനെ പറയും. No way, Mohanlal sir is the greatest actor we have. No, that is not at all acceptable. He is one of the greatest actors in the country and I can never even be compared to. Please don't ask that. ഞാൻ പറഞ്ഞത് അറിയത്തില്ല. മാറിപ്പോന്നുണ്ടോ? പറയുന്ന മാറിപ്പോന്നുണ്ടോ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. ശരി, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. സീ, ഇത്രയും സുന്ദരനായ, സൽസ്വഭാവിയായ, ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ശരി, കേട്ടാ മോനെ ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. നീ ആരെ ഈ വീട്ടിൽ നിറക്കി വിട്ടെന്നറിയോ? എന്റെ പെങ്ങളെ, ഇന്ദു ചൂടന്റെ അനിയത്തിയെ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിനെ ഞാൻ പാതാളത്തിലേക്ക്. ഞാൻ ആരാണോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദുരക്ഷല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു, എന്തൊരാശ്വാസം.